ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ അമീബ ഇങ്ങനെ ആയിരുന്നു ഉള്ളത് അറിയാൻ പറ്റുമോ? അത് പറയണം. ഓഗസ്റ്റ് 14-നാണ് അനയെ പനി ബാധിച്ചു മരിച്ചത്. മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലടക്കം ചോദ്യം ചെയ്യുകയാണ് അനയുടെ കുടുംബം. റിസൾട്ട് അമീബിക് അല്ല കുട്ടിക്ക് വന്നത്. കുട്ടിക്ക് വെറും പനി ബാധിച്ചിട്ടാണ് കയ്യിൽ നിന്ന് പോയതാണ്. കുട്ടി അത് നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. മകളുടെ മരണമുണ്ടാക്കിയ മാനസിക സമ്മർദ്ദമാണ് ഡോക്ടറെ ആക്രമിക്കാൻ സനൂപിനെ പ്രേരിപ്പിച്ചത്. ഈ ഒരാഴ്ച അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബാണ്. പ്രധാന കാരണം ഇതാണ്. നമ്മൾ ഈ 2 മാസപ്പോഴും നമ്മൾ സമാധാനിച്ച് നമ്മൾ സാധാ ജീവിതത്തിലേക്ക് പോയോണ്ടിരിക്കായിരുന്നു പിള്ളേരെയും കൂട്ടിയിട്ട്. ഇതാണല്ലോ അമീബിക് ആണല്ലോ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇപ്പം അതും കൂടി അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു നമ്മൾ സമാധാനിക്കും നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ. എന്നാൽ ബാഗിൽ ആയുധവുമായി എത്തിയ സനൂപിന്റെ വരവ് തന്നെ ആക്രമണത്തിനുള്ള ആസൂത്രിത ശ്രമമായിരുന്നുവെന്ന് KGMOവെ ആരോപിക്കുന്നു. ആശുപത്രി അതിക്രമങ്ങൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞു, ആരോഗ്യ പ്രവർത്തകർക്ക് മുഴുവൻ തന്നെ നമുക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചേ പറ്റൂ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ അത്യാഹിക വിഭാഗം ഒഴികെയുള്ള സേവനങ്ങൾ നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.